ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹാൻഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രൈഡൽ വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് ബിറ്റ് നമ്മൾ സാരിയിൽ നിന്ന് ഓൾറെഡി മുറിച്ച് മാറ്റിയിട്ട് നമ്മുടെ കസ്റ്റമറിനനുസരിച്ച് അളവിന് നമ്മൾ മാർക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഈ മാർക്ക് ചെയ്യുന്നത്. അത് സ്കിപ്പ് ആയിപ്പോയി വീഡിയോയിൽ. പിന്നെ നമ്മൾ ആദ്യം സ്ലീവ്സ് നോക്കാം. അപ്പോൾ എക്സ്ട്രാ പീസൊക്കെ വെച്ചിട്ട് സ്ലീവ്സ് ജോയിൻ ചെയ്തിട്ട് ആദ്യം ഷുഗർ ബീഡ്സിൻ്റെ ഒരു ലെയർ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കൊടുക്കുന്നത് സെൽഫ് ആ ബ്ലൗസിൻ്റെ കളറായിട്ടുള്ളൊരു 2 mm ബീഡാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഷുഗർ ബീഡ്സ് കൊടുത്തു, പിന്നെ 2 mm തന്നെ ഷുഗർ ബീഡ്സ് കൊടുത്താണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു ചെറിയ ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തത്, കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിന് ഓൾറെഡി ഒരു ബോർഡർ ഉണ്ട്. അപ്പോൾ ആ ബോർഡറിനെ ഹൈലൈറ്റ് ചെയ്താണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. ബോർഡറും നമ്മുടെ വർക്കും തമ്മിൽ വെവ്വേറെ ആണെങ്കിൽ ഒട്ടും ഭംഗി കാണില്ല നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ബോർഡറിനോട് മാച്ച് ആയിട്ടുള്ള വർക്ക് തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. അത് മെയിൻ തിങ് ആണ്. പിന്നെ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്തെടുക്കാം, പക്ഷേ ഇതുപോലൊക്കെ ബോർഡർ വരുന്നതിന് അങ്ങനെ നടക്കില്ല കേട്ടോ. അപ്പോൾ അതാ 3rd ലെയറും ഷുഗർ ബീഡ്സ്, ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഷുഗർ ബീഡ്സ് കൊടുത്തു. പിന്നെ അതാ ഇതേപോലെ ഗം ഒട്ടിച്ചിട്ട് ഒരു 2 mm ക്ലിപ്പ് സ്റ്റോൺ ആണ്, വൈറ്റ് കളർ ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തേ. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അതിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് റൗണ്ടിൽ ഫ്ലവർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. പിന്നെ ഞാനാണെങ്കിൽ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ചെയിൻ സ്റ്റിച്ച് അങ്ങ് സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇല്ലാതെയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് കൊണ്ടാണ് ചെയ്തത്. പുറത്തായിരുന്നു ചെയ്തു, നമ്മളല്ല സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ചെയിൻ സ്റ്റിച്ച് ഇട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പം ഞാനായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തത്. ഇതേപോലെ ആ ക്ലിപ്പ് സ്റ്റോണിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണേ. അതിന് മുകളിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈനൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ബോർഡറിനകത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഓൾറെഡി ഓരോരോ ലൈൻ പോയിട്ടുണ്ട്. ആ ലൈനെ ഹൈലൈറ്റ് ചെയ്താണ് ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനൊരു 5 സൂചി എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്യാനിരിക്കുന്നത്. 5 സൂചിയിലും മുത്ത് കോർത്തിട്ട് വേഗം അത് തീരുന്ന അനുസരിച്ചാണ് വീണ്ടും മുത്ത് കോർക്കുക. അതാണ് എനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഒരാൾ മുത്ത് കോർത്ത് തരാനുണ്ടെങ്കിൽ വേഗം നമ്മുടെ വർക്ക് കഴിയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ബോക്സിലായിട്ട് ഞാൻ 2 mm ഒരു ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തു. അതിന് ചുറ്റിന് ഞാൻ തിലകം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഒരു ഫ്ലവർ മോഡലായിട്ട് ഇതേപോലെ. അതാവുമ്പോൾ നമ്മുടെ ആ ബോർഡറും ഹൈലൈറ്റ് ആയി കാണാനൊരു ലുക്കും കിട്ടും നമ്മുടെ വർക്കിനെ. വേണമെങ്കിൽ നമുക്ക് ആ ഡയമണ്ട് ഷേപ്പ് കൊടുക്കാമായിരുന്നു കേട്ടോ, പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അത് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ഡയമണ്ട് കൂടെ കൊടുത്തായിരുന്നെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിയേനെ നമ്മുടെ വർക്ക്. നെക്സ്റ്റ് ലെയർ വീണ്ടും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൊടുത്തു. ഓൾറെഡി ലൈൻ ഉണ്ട്, അതിൻ്റെ മുകളിൽ കൂടാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈൻ വരയ്ക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കേണ്ടതിനും ആവശ്യം വരത്തില്ലേ.
അത് കംപ്ലീറ്റ് ആയപ്പോൾ ഇതേപോലെ 3 റൈസ് ബീഡ് കൊടുത്തിട്ട് റൈസ് ബീഡിൻ്റെ താഴെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. ആ ഡയമണ്ട്, ഹാഫ് ഡയമണ്ടിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. മുകൾ ഭാഗത്തും അത് കൊടുക്കാം, താഴ്ഭാഗത്തും അതേ രീതിയിൽ കൊടുക്കാം കേട്ടോ. അതത്രയും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഞാൻ 2mm ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുവാണേ. ഒരു നിശ്ചിത ഗ്യാപ്പ് അളവിലാണ്. അപ്പോൾ എനിക്ക് ആ പോയേക്കുന്ന ലെയറിൽ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ ഫ്ലവർ മോഡൽ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഡിസൈനിൻ്റെ സെൻട്രലായിട്ടാണ് ഞാൻ ഈ ഓരോ ക്ലിപ്പ് സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിന് ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് റൗണ്ട്ലി അതിനെ ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണേ. വീണ്ടും ഒരു ലെയർ ഷുഗർ ബീഡ്സ് തന്നെ കൊടുക്കുവാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എൻ്റെ ബോർഡറിനകത്തിൽ ഓൾറെഡി ഒരു ലെയർ പോകുന്നുണ്ട്. ആ ലെയർ അനുസരിച്ചാണ് ഞാൻ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി. വീണ്ടും താഴത്തെ ലെയർ പോലെ തന്നെ ആ ബ്ലൂ ബീഡ് ഇട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. വീണ്ടും ബ്ലൂ ബീഡിൻ്റെ മുകളിലുള്ള ഷുഗർ ബീഡ്സ് ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ബോർഡർ ഫുള്ളും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത് ഓരോ പ്രൈസ് റേഞ്ചിന് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ഒരു പ്രൈസ് റേഞ്ച് കൂടുതൽ റേഞ്ച് ആയിരുന്നെങ്കിൽ നമുക്കിത് ഒന്നുകൂടെ തിക്കായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ പ്രൈസ് റേഞ്ച് അനുസരിച്ചാണ് നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ ഡിസൈൻ ചൂസ് ചെയ്യുന്നത്. അതത്രയും കഴിഞ്ഞപ്പോൾ വീണ്ടും റൈസ് ബീഡ് വെച്ചിട്ട് ഇതേപോലെ സിക്സാക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ റൈസ് ബീഡിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്. റൈസ് ബീഡ് പിന്നെ കോർത്തെടുക്കാൻ പാടാണ് കേട്ടോ. പിന്നെ അത് ചെയിനിലായതുകൊണ്ട് ഇതേപോലെ നമുക്ക് ചെയിനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ചെയിനായിട്ട് വരുന്നതൊന്നും പൊട്ടിക്കാതെ വെച്ചേക്കുക. അതാവുമ്പോൾ നമുക്ക് കോർത്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. അതത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ തിലകം സ്റ്റോൺ തന്നെ ഞാൻ എൻ്റെ സെൻറ്ററിൽ ഗം ഒട്ടിച്ചിട്ട്
ഇതേ രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ ഇതേ രീതിയിൽ 2 സ്ലീവും ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്പ്രെഡിങ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഓൾറെഡി അതിനകത്ത് ബുട്ടാസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്പ്രെഡിങ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതാ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നെക്ക് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ 1 ഇഞ്ച് വിട്ടു. ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ആകുമ്പോഴത്തേനും നമ്മൾ സാരിയുടെ ആയതുകൊണ്ട് തന്നെ ഹാഫ് പോർഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഞാൻ നിർത്തുവാണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക്. കാരണം സാരിയുടെ മുന്താണി വരുന്ന ഭാഗത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഷോൾഡർ അടിച്ചു പോകാനാണ് മുകളിലത്തെ 1 ഇഞ്ചോ 1/2 ഇഞ്ചോ. ഇപ്പം ഞാൻ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കൊടുക്കുവാണ്. പുറത്തായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തേനെ. പക്ഷേ ഇത് ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ആ ലെയർ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും ചെയിൻ സ്റ്റിച്ച് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സെൻറ്റർ വരെ പോയിട്ട് തിരിച്ച് 1 ലെയർ കൂടെ അതേ ഷുഗർ ബീഡ്സ് കൊടുക്കുവാണേ. അതത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ബ്ലൂ ബീഡ് സെൻറ്ററിൽ കൊടുത്തിട്ട് ചുറ്റിനും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് റൗണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുവാണേ. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. ഇപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നത്. നല്ലൊരു ബഡ്ജറ്റിൻ്റെ ഹാൻഡ് വർക്ക് ആയിരുന്നെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തേനെ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഫുള്ള് ആ നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുവാണേ. അതത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ ഒരു ഷുഗർ ബീഡ്സിൻ്റെ ലൈൻ കൊടുക്കുവാണ്. ഞാൻ ജസ്റ്റ് ചോക്കിലൊന്ന് വരച്ചെടുത്തു, എന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ലെയർ ചെയ്തില്ലേ നമ്മുടെ സ്ലീവിൽ, നമ്മുടെ ഈ റൈസ് ബീഡ് വെച്ചിട്ട് ആ സെയിം വർക്കാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് കൊടുക്കുന്ന വർക്ക് തന്നെ വേണം കേട്ടോ നെക്കി കൊടുക്കാൻ. ഇല്ലെങ്കിൽ രണ്ടും ഭയങ്കര വ്യത്യാസമായി പോവും. അപ്പോൾ അത് ബോറായി പോവും. നമ്മൾ എവിടുന്നോ തുണിയെടുത്ത് സ്ലീവിലും എവിടുന്നോ തുണിയെടുത്ത് നെക്കിലും ചെയ്തൊരവസ്ഥയായി പോവും. അപ്പോൾ മാക്സിമം അത് രണ്ടും, മാക്സിമം അല്ല, ചെയ്യുമ്പോൾ നമ്മൾ അത് രണ്ടും സെയിം ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ വ്യത്യാസം, ഇപ്പം ഞാൻ അതിൽ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പക്ഷേ ഓവറോൾ ലുക്ക് വരുമ്പോൾ രണ്ടും സെയിം പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇതേപോലെ കോർത്തെടുത്ത മുത്തുകൾ പൊട്ടിക്കാതെ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് എളുപ്പം. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും മുത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്.
അതത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ തിലകം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുവാണേ. B7000 ആണ് ഈ ഗമ്മ്. ഈ ക്ലിപ്പ് സ്റ്റോൺ ഒട്ടിക്കാൻ എനിക്ക് തോന്നുന്നു ആ ഗമ്മാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. ഇതേ രീതിയിൽ ബാക്ക് നെക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിലാണ് ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഹുക്ക് വെച്ച് പടിയൊക്കെ വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ മുത്ത് പൊട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വിട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു പൊട്ടിച്ചെടുക്കുന്നത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്ലീവ്, 2 സ്ലീവും, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുള്ള തുണിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ ലൈനിങ് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഔട്ട്ലുക്ക് കണ്ടാലോ. ബായോ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അധികം ബ്രൈഡ്സ് ഈ ഒരു കളർ ചൂസ് ചെയ്യാത്തതാണ്. പക്ഷേ നല്ല കളറാണ് കേട്ടോ. ഹാൻഡ് വർക്ക് കൂടെ ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ഭംഗിയായി. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആർക്കെങ്കിലും ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.